ക്രിസ്തീയ ലോകത്തിൽ ഉളവായിട്ടുള്ള ഗാനങ്ങളുടെ പശ്ചാത്തലങ്ങൾ നോക്കുമ്പോൾ പല വിധത്തിലുള്ള അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആ ഗാനങ്ങൾ രചിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ചില ഗാനങ്ങൾ ദുഃഖത്തിൽ നിന്നും കണ്ണുനീരിൽ നിന്നും ഉളവായിട്ടുള്ളതാണ്. ചില ഗാനങ്ങൾ ചിലരെയൊക്കെ സമാശ്വസിപ്പിക്കുവാൻ, ആശ്വാസം പകർന്നു കൊടുക്കുവാൻ, തുണയില്ലാത്തവർക്ക്, പ്രത്യാശയറ്റവർക്ക് അല്പം സന്തോഷം അവരുടെ ജീവിതത്തിൽ പകരുവാൻ ആത്മപ്രചോദനം നൽകി ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട വാക്കുകളിൽ കോറിയിട്ട അനേക വരികളാണ് ഗാനങ്ങളായി പിന്നെ ഈണം ചെയ്ത് പുറത്തു വന്നിട്ടുള്ളത്. ഇക്കൂട്ടത്തിൽ എന്നെ വളരെയധികം പലപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ചാൾസ് വെസ്ലി എന്നാണ്. നമ്മൾ ഉണർവ് കാലത്തെക്കുറിച്ചൊക്കെ പരിചയപ്പെടുന്നത് ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലാണെങ്കിൽ 1708 ഡിസംബറിൽ ജനിച്ചതായ ചാൾസ് വെസ്ലി എന്ന് പറയുന്ന മനുഷ്യൻ, എനിക്ക് തോന്നുന്നു അദ്ദേഹം നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ഗാനം എഴുതിയത് 1742 അത് ഏതാണ്ട് 300 വർഷത്തിന് മുമ്പെന്ന് പറയാം. അതിനൊരു കാരണമുണ്ടായിരുന്നു. വളരെ രസകരമാണ്, സങ്കടകരമാണ് ആ കഥ കേട്ടാൽ. ഒരിക്കൽ താൻ ശോകാകുലനായി ഒരു കടൽ തീരത്തുള്ള ഇരുനില കെട്ടിടത്തിൻ്റെ ജനലരികിൽ ചാരി നിന്ന് ആ കടലിൽ അടിച്ചുയരുന്ന തിരമാലകളെ നോക്കി നിൽക്കുമ്പോൾ തൻ്റെ ദൃഷ്ടിയിൽ ഒരു ചെറിയ പക്ഷി വലിയൊരു റാഞ്ചൽ പക്ഷിയിൽ നിന്നും രക്ഷ നേടി ശക്തമായ കാറ്റിൽപ്പെട്ട് ഭീതിയോടെ പറന്നു വന്ന് അദ്ദേഹത്തിൻ്റെ കോട്ടിനുള്ളിൽ അഭയം പ്രാപിച്ചു. വിറയ്ക്കുന്ന പക്ഷിയെ സ്നേഹപൂർവം തലോടിയ വെസ്ലി പാപിയായ മനുഷ്യന് അഭയമായി കാൽവറിയിൽ രക്തം ചീന്തി മരിച്ച യേശുവിനെ തൻ്റെ ഹൃദയത്തിൽ അപ്പോൾ ധ്യാനിക്കുകയുണ്ടായി. ലോകത്തിലെ കൊടുങ്കാറ്റും പ്രതികൂലമായി വീശുമ്പോൾ റാഞ്ചൻ പക്ഷിയെപ്പോലെ ദുഷ്ടനായ സാത്താൻ നമ്മെ പിടിക്കുവാൻ വരുമ്പോഴും അഭയം ഒരിടം മാത്രമേ ഉള്ളൂ എന്ന് ഹൃദയത്തിൽ നിന്നും തൻ്റെ ആത്മാവിൽ ഒരു ഗാനം ഉയർന്നു വന്നു. അതിൻ്റെ വാക്കുകൾ താൻ കടലാസിൽ ജോൺ വെസ്ലി കുറിക്കുകയുണ്ടായി. ആ ഗാനമാണ് യേശു എന്നാത്മസഖേ എന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മനോഹര ഗാനം. ആ ഗാനം ഇപ്പോൾ നമുക്ക് ഒന്ന് ശ്രവിക്കാം.